പ്രഗ്നൻസിക്ക് ശേഷം കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട് റെഡി ആവുന്നത്. സോ ഗെറ്റ് റെഡി വിത്ത് മീ. നോക്കിയാലോ. ഫസ്റ്റ് ഞാൻ ഈ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്തത്. ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഞാൻ അവിടെ ഇവിടേക്ക് എന്തിനാണ് തോണ്ടി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ ഞാനത് ഇട്ട് കഴിഞ്ഞതുകൊണ്ടാണ്. ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അയ്യോ വീഡിയോ എടുക്കണമല്ലോ എന്ന് ഞാൻ ആലോചിച്ചത്. എന്നാലും ഇട്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ചങ്ങോട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഹൈഡ്രേറ്റിംഗ് ആയതുകൊണ്ട് നല്ല മോയ്സ്ചറൈസറായിട്ട് നിൽക്കും. ആക്ച്വലി ഈ പ്ലമ്മിൻ്റെ ഈ മോയ്സ്ചറൈസിങ് ക്രീം എൻ്റെ അനിയത്തിയാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നത്. ഞാൻ വാങ്ങിച്ചതൊന്നുമല്ല. അവൾ 2 മേടിച്ചപ്പോഴത്തേക്കും എനിക്ക് ഒരെണ്ണം കൊണ്ടുവന്ന് തന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സൺസ്ക്രീനാണ് ഇട്ടത്. ഞാൻ കാലാകാലങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ സൺസ്ക്രീൻ. എനിക്ക് ഒരിടയ്ക്ക് നല്ലോണം സൺബേൺ വന്നിട്ടുണ്ടായിരുന്നു. സൺബേൺ വന്നതിന് ശേഷം എൻ്റെ മുഖമൊക്കെ ആകെ വശപ്പശകായി, നല്ലോണം വൃത്തികേടായി. അത് കഴിഞ്ഞ് മെഡിസിനൊക്കെ യൂസ് ചെയ്ത് നല്ലോണം ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് ഈ ഡെർമാക്കോൻ്റെ സൺസ്ക്രീൻ. അത് കഴിഞ്ഞിട്ട് പൗഡർ ഇട്ടിട്ട് ഭൂതം പോലെ ഇരിക്കുന്ന ഫേസാണ് ഇപ്പോൾ കണ്ടത്. അത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കുന്നു എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചിരുന്നത് എൻ്റെ മേക്കപ്പ് പൗച്ചാണ്. മേക്കപ്പ് പൗച്ചിൽ എൻ്റെ എല്ലാ അൽക്കുലത്തെ സാധനങ്ങളും ഉണ്ടാവും. ലിപ് ബാം, മോയ്സ്ചറൈസർ, ഈ സൺസ്ക്രീന്, ഐബ്രോ പെൻസിൽ, എല്ലാ സാധനങ്ങളും. പൊതുവേ എനിക്ക് ഐബ്രോസ് വളരെ വളരെ കുറവായത് കാരണം ഐബ്രോ പെൻസിൽ മസ്റ്റ് ആൻഡ് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് ഇട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ പിന്നെ ഈ ചൈനക്കാരെ പോലെ ഇരിക്കും. അപ്പോൾ നല്ലോണം നീട്ടി വലിച്ച് ഇട്ടാലല്ലേ കുറച്ച് ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് രണ്ടും അങ്ങോട്ട് നല്ലോണം നീട്ടി വലിച്ചിട്ടിട്ടുണ്ട്. അടിപൊളിയല്ലേ? ഇപ്പോൾ കുറച്ച് പുരുകം വന്നാലേക്കില്ലേ, ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ അണ്ണാറക്കണ്ണനും തന്നാലായതുപോലെ എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ കാര്യം. ഇതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. മേക്കപ്പിലാണ് ഇപ്പോൾ മോളെ പിടിച്ച് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പൗഡർ ഇട്ടാലേ ഇതങ്ങോട്ട് സെറ്റായി മുഖത്തങ്ങ് ഇരിക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പൗഡറാണല്ലോ മെയിൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടാൻ പോകുന്നത് എന്തൊക്കെയൊക്കെയോ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ. എന്താണാവോ അടുത്തത് എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. ശരി, കണ്ണെഴുതാം. ഐലൈനർ. സോ ഞാൻ മുകളിലത്തെ ഐലൈനർ നല്ലോണം ഇടാറുണ്ട് എന്നാണ് എല്ലാവരും പറയാറ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണിന് കുറച്ച് വലിപ്പം കൂടുതലായതുകൊണ്ട് കണ്ണ് എഴുതി കഴിഞ്ഞാൽ നല്ല രസമുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണാവോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് കമൻ്റ് ഇട്ടേക്ക്. ഓക്കെ, ഇപ്പോൾ കണ്ണെല്ലാം അടിപൊളിയായില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാവുന്നൊക്കെയാണ് എല്ലാവരുടെയും പറച്ചിൽ. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടേണ്ടത് ലിപ് ബാമാണ് എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏത് ലിപ് ബാമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ. വെറുതെ ഫേസ് ഒന്ന് മിനുക്കിയതല്ലേ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാച്ച് വർക്ക് ഉണ്ടെങ്കിൽ ചെയ്യാമല്ലോ. ഓക്കെ, ഡെർമാക്കോൻ്റെ ലിപ് ബാമാണ് കേട്ടോ. ഞാൻ കല്യാണത്തിൻ്റെ സമയത്ത് വാങ്ങിച്ചാണ് കേട്ടോ ഈ ഡെർമാക്കോൻ്റെ ലിപ് ബാം എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ അനിയത്തിയാണ് ഇത് പറഞ്ഞു തന്നത്. ഡെർമാക്കോൻ്റെ ലിപ് ബാം മേടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, യൂസ് ചെയ്ത് നോക്ക്, നല്ല ലിപ്സൊക്കെ നല്ല ചകാന്നിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഓർഡർ ചെയ്താണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ ഈ ഡെർമാക്കോൻ്റെ ലിപ് ബാം. അത് കിട്ടി കഴിഞ്ഞപ്പോൾ പാവം എൻ്റെ കെട്ടുവൻ ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് അറിയാണ്ട് പുറകെ വന്നതായിരുന്നു. അതേ ഗിയറിൽ പോയി. ഞാൻ പിന്നെ യൂസ് ചെയ്ത സ്റ്റുഡിയോൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അത് സ്കിൻ ടോൺ എന്താണാവോ പിന്നെ വന്നിട്ടുണ്ട്. ഞാനിത് യൂട്യൂബിലെടുത്തിടുകയാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഓരോരോ ആക്ഷൻസൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് വീഡിയോസ് ഇങ്ങനെ എടുക്കുക പക്ഷെ ഇത്രയും നാണം കുണുങ്ങിയ ടൈപ്പാണ്. എന്നാലും വീഡിയോസ് ഞാനിങ്ങനെ എടുക്കുമ്പോഴത്തേക്കൊക്കെ പുറകിലൊക്കെ വന്ന് നിൽക്കുക, ഇങ്ങനെ ആക്ഷൻസൊക്കെ കാണിക്കുക ഒക്കെ ചെയ്യും. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ലിപ് ഗ്ലോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പണ്ടും കണ്ടോ വാങ്ങിച്ചൊരു ലിപ് ഗ്ലോസ്സാണ് കേട്ടോ. അത് ഞാൻ ഇങ്ങനെ കണ്ണ് ഹൈലൈറ്റ് ചെയ്യുക, ലിപ്സ് ഹൈലൈറ്റ് ചെയ്യുക ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് മാത്രം ഞാൻ ചെയ്യുള്ളൂ കൂടുതലായിട്ട്. പിന്നെ ചിലപ്പോൾ ലിപ്സ്റ്റിക്ക് വെച്ചിട്ടൊക്കെ ഈ ചീക്സൊക്കെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
കുറച്ച് ബ്ലഷ് പോലെ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ലിപ് ഗ്ലോസ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ടില്ലേ? ഞാൻ എന്നെ കൊണ്ട് വയ്യ. എന്തൊക്കെയാണോ പൊന്നുകുടത്തിന് എന്തിനാ പൊട്ട് എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷേ ഞാൻ പൊന്നുകുടമാണോ അല്ലയോ എന്ന് അറിയാൻ വയ്യാത്തോട്ട് ഒരു പൊട്ട് എന്തായാലും മാൻഡേറ്ററി. പിന്നെ ഇവിടെ ഈ ആന്ധ്ര തെലുങ്കാന റീജിയണിൽ പൊട്ട് എന്നുള്ളത് ഭയങ്കര മാൻഡേറ്ററി ആയതുകൊണ്ട് പൊട്ട് വയ്ക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല. അതുകൊണ്ട് പൊട്ട് വയ്ക്കാതെ വേറെ വഴിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോഴത്തേക്കും തിരുപ്പതിക്ക് കൊണ്ടുപോയിട്ട് കുറച്ച് മുടിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഇരുന്നുകൊണ്ട് അങ്ങനെ ഹെയർ അധികം കട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പം നല്ലോണം നീണ്ടിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ നല്ലോണം നീണ്ടു വലിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഓയിലി ആയതുകൊണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നറിയാൻ വയ്യാത്ത നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള പോണിറ്റെയിൽ അത് മാത്രമാണ് എനിക്ക് നല്ലോണം അറിയാവുന്നൊരു, പെട്ടെന്ന് ചെയ്ത് തീർക്കാനും പറ്റും, നല്ലോണം അറിയാവുന്നൊരു ഹെയർ സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോണിറ്റെയിൽ മാത്രമാണ്. നോർമലി എങ്ങനെ വാരി വലിച്ചിട്ട് കെട്ടുക, അതാണ് എൻ്റെ പോണിറ്റെയിൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ എങ്ങനെയാണ് എന്ന് എനിക്കറിയത്തില്ല. ആരോ വന്ന് നോക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതൊന്നും ആർക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എത്തി ഒളിഞ്ഞ് നോക്കുന്നത്. സോ എങ്ങനെയുണ്ട് ഗൈസ്? പിന്നെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് വലിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എങ്ങനെയുണ്ട് ഗൈസ്? ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ടാറ്റാ, ബൈ.